ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഒരു കസ്റ്റമർ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് ഒരു ഡ്രസ്സിൻ്റെ മോഡൽ അയച്ചു തന്നാൽ നിങ്ങൾ അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഡമ്മിയിൽ റണ്ണിങ് മെറ്റീരിയൽ കൊണ്ട് പിൻ ചെയ്ത് വെച്ചിട്ട് ഒരു മോഡൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. അവർ എല്ലാം പിൻ ചെയ്തിട്ട് ഒരു മോഡൽ ഉണ്ടാക്കി അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ട് എന്നെ വിളിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, സ്റ്റിച്ച് ചെയ്ത് തരാൻ, കുഴപ്പമൊന്നുമില്ല, ഫോട്ടോ അയച്ചെന്ന് കണ്ടപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി കേട്ടോ. സാധാ ഒരു ടോപ്പാണുള്ളത്, ലൈനിങ്ങും മറ്റേ ഡിസൈൻ, ഒരു വൈറ്റ് ഡിസൈനുള്ള ഒരു എംബ്രോയിഡിങ് ഡിസൈനുള്ള ഒരു തുണിയാണ് കേട്ടോ. അത് ഞാൻ ലൈനിങ്ങൊക്കെ പിടിപ്പിച്ചിട്ട് നമ്മൾ അതിലേക്ക് തുണി തന്നത് അവർ ആകെ 70 സെൻറ്റിമീറ്റർ തന്നിട്ടോ. ആ പഫിനുള്ള, കയ്യിനുള്ള, സ്ലീവിനുള്ള, പഫല്ല സ്ലീവിനുള്ള തുണിയൊന്നും അവർ അതിൽ തികഞ്ഞില്ല. 70 സെൻറ്റിമീറ്ററാണ് അവർ കൊടുത്തു വിട്ടത്. അപ്പോൾ അത്രയും അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല പറഞ്ഞിട്ട് അതിൻ്റെ പാൻറ്റ് പലാസ പാൻറ്റാണ് അടിക്കാൻ പറഞ്ഞത്. പാവാടയ്ക്ക് പകരം പലാസ പാൻറ്റാണ് അവർ അടിക്കാൻ പറഞ്ഞത്. കസ്റ്റമർ അപ്പോൾ പറഞ്ഞു ആ പലാസ പാൻറ്റിൻ്റെ തുണി വെച്ചിട്ട് ആ ഒരു സ്ലീവിൻ്റെ ആ മോഡൽ വെച്ച് ചെയ്താൽ മതിയെന്ന് കസ്റ്റമർ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് പ്രകാരം നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈനിങ് പിടിപ്പിച്ചു. സെൻറ്ററിൽ ഒരു വി പോലത്തെ, നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഡ്രസ്സുകൾ അടിക്കില്ല, അതുപോലെ തന്നെയാണ് മുകളിലേക്കുള്ള കട്ടിങ്ങൊക്കെ അതുപോലത്തെ ഒരു കട്ടിങ്ങാണ് വന്നിരിക്കുന്നത്. അതിന് ശേഷം ലൈനിങ്, കോട്ടൺ ലൈനിങ് അവർ തന്നായിരുന്നില്ല, സാധാ ലൈനിങ്ങാണ് തന്നിരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ആ മറൂൺ കളറല്ലേ, ആ മറൂൺ കളറിൻ്റെ ആ ഇതിങ്ങനെ നേരെ കാണണം. അപ്പോൾ പിന്നെ ഞാനൊരു കോട്ടൺ ലൈനിങ് വാങ്ങിയിട്ട് ഒന്ന് ഉള്ളിലേക്ക് മറിച്ചടിച്ചപ്പോൾ കണ്ടോ ആ കളറൊന്നും പുറത്തേക്ക് എടുത്ത് കാണുന്നില്ല. കണ്ടോ, വി പോലത്തെ ഒരു കുഞ്ഞ് വി പോലത്തെ ഒരു ഡ്രസ്സും. അപ്പോൾ ആദ്യം ഞാൻ ആ പ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി ലൈനിങ്ങൊക്കെ അതേമാതിരി കൂട്ടി ചെയ്യിപ്പിക്കാൻ. അതിന് ശേഷം ഞാൻ ബാക്ക് പീസൊക്കെ ഞാൻ ലൈനിങ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും കാണിച്ചിട്ടില്ല. സാധാ ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമായി തന്നെയാണ്. നമ്മൾ മറ്റുള്ള വീഡിയോ നമ്മൾ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട്. അതേ കാണുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് കാണുക കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ ആ ഒരു സ്ലീവിന് എത്രയാണോ വേണ്ടത്, ഷോൾഡറിൻ്റെ സ്ലീവ് അല്ല, ഷോൾഡർ എത്രയാണോ ആ ഒരു ഭാഗത്തേക്ക് മുകളിലേക്ക് വേണ്ടത് നോക്കിയിട്ട് ഒരു 4.5 ഇഞ്ച് വലുപ്പത്തിന് ഒന്നും കൂടി കട്ട് ചെയ്തിട്ട് അതിനെ യോജിപ്പിക്കുകയാണ് കേട്ടോ. നമ്മൾ വി പോലെ അടിച്ചതിന് ശേഷം നമ്മൾ ആം ഹോളിൻ്റെ അവിടെ ഒന്ന് ചെരിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കട്ടിങ് ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിന് ശേഷം ഇത് സ്റ്റിച്ചിങ് അത്യാവശ്യം അറിയുന്ന ആൾക്കാരൊക്കെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് കണ്ടാലും മനസ്സിലാവും കേട്ടോ. അതിനുശേഷം ആ കട്ടിങ്ങൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് ആ കോട്ടൺ ലൈനിങ് ഒന്ന് മറിച്ച് അടിക്കുക കേട്ടോ. അല്ലാതെ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ബാക്ക് ഓപ്പണാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കും ഫ്രണ്ടും ഒരേമാതിരിയാണ് കട്ട് ചെയ്തിരുന്നത് കേട്ടോ. അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. ആ ഫ്രണ്ടും ബാക്കും ഒരേ ലെവലിലാണ് നമ്മൾ കട്ട് ചെയ്തത്. ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പീസ് മാറ്റിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന് പകരം ആ ഒരു കളർ പീസ് വെച്ചിട്ട് കുഞ്ഞു ഞൊറിയായിട്ട് മടക്കി അടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ സാരിക്കൊക്കെ ഫ്ലീറ്റ് ചെയ്യില്ലേ, അതുപോലെ ഒന്ന് ഫ്ലീറ്റ് ആക്കിയിട്ട്, പക്ഷേ ഈ ഒരു കഷിൻ്റെ ആ ഭാഗത്തേക്ക് കുറച്ചും കൂടി ഫ്ലീറ്റ് ഇത്തിരി കൂടുതൽ കൊടുത്തിട്ട് കാണുന്ന രീതിയിലാക്കി വെക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കൂ. ബാക്ക് ഓപ്പണാണ്, ബാക്ക് കൊളുത്ത് വയ്ക്കുക, വള്ളി വയ്ക്കുക, പട്ട വയ്ക്കുക, ഇതൊക്കെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഞാൻ ആ ടോപ്പിന് സ്ലീവിൻ്റെ ആ ഭാഗം മാത്രം ആ ഒരു മെറൂൺ കളർ കൊടുത്താൽ അത്ര ഭംഗി കിട്ടില്ല തോന്നിയിട്ട് ഞാൻ അതിൻ്റെ പീസ് തന്നെ ഒരു പൈപ്പിംഗ് പോലെ ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ടിലും അതിൻ്റെ താഴെയും ഒരു 2 ഷോ ബട്ടണൊക്കെ പിടിപ്പിച്ച് അതിനൊന്നും കൂടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കസ്റ്റമറും പറഞ്ഞു ആ ഒരു പ്ലെയിനേക്കാളും ഒന്നും കൂടിയും ഇതൊക്കെ ആഡ് ചെയ്തപ്പോൾ ഒന്നും കൂടിയും കളർഫുള്ളായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കസ്റ്റമർ പറഞ്ഞു. ആ ഒരു മോഡലിൽ അവർ പിൻ ചെയ്തിട്ടൊക്കെ ആ ഒരു മോഡലാകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമോ എന്നൊക്കെ അവർ വിചാരിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് അളവായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കൂ. പ്രിൻസസ് കട്ടോ അങ്ങനെ ഒന്നുമല്ല ചെയ്തിരിക്കുന്നത്. സാധാ ഒരു നമ്മൾ ഒരു ടോപ്പ് അടിക്കുന്ന ആ ഒരു ഇതിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായ ഒരു മോഡലാണ്, നല്ല ഭംഗിയുള്ളൊരു മോഡലാണ്. ഇതിന് പലാസ പാൻറ്റ് മതി പറഞ്ഞിട്ട് ആ ഒരു പലാസ പാൻറ്റിൽ ഒരു വെറൈറ്റി ഇരിക്കട്ടെ, ഇങ്ങനെ ഒരു ഹാഫ് ടോപ്പും ഒരു പലാസ പാൻറ്റും എങ്ങനെ ഉണ്ട് എന്നൊരു വെറൈറ്റി ഇരിക്കട്ടെ പറഞ്ഞിട്ടാണ് അത് ചെയ്തത്. ഇതാണ്ടോ നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞ് ഫിനിഷിങ് ആയിട്ടോ. നമ്മൾ ചാനൽ ആദ്യമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി